അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെതിരെ സൈബർ ആക്രമണം തുടർന്ന് സോഷ്യൽ മീഡിയ. ബ്ലോഗർ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽസ് ചെയ്തതിനു ശേഷം രേണുവിനെതിരെ വലിയ വിമർശനമാണ് ഒരു വിഭാഗം ആൾക്കാർ ഉയർത്തിയിരുന്നത്. ശാന്തപൊട്ട് സിനിമയിലെ പാട്ടിന്റെ റീക്രിയേഷൻ വീഡിയോ ആയിരുന്നു രേണു ചെയ്തിരുന്നത്. അല്പം ഇഴുകിച്ചേർന്നായിരുന്നു ഇരുവരും ഇതിൽ അഭിനയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് സൈബർ ആംഗ്ലമാർ രേണുവിനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ താൻ വകവെക്കില്ലെന്നും അഭിനയം തന്റെ ജീവിതമാർഗമാണ് എന്നുമായിരുന്നു രേണു പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം വീണ്ടും രേണു സുധി വീഡിയോ ചെയ്തിരുന്നു. അതിനിടെ മനു ഗോപിനാഥ് എന്ന കലാകാരനൊപ്പം വിവാഹവേഷത്തിലുള്ള രേണുവിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടെ രേണുവിനെതിരായ സൈബർ ആക്രമണം മൂർധന്യത്തിലെത്തി. ഇരുവരും വിവാഹിതരായി എന്നും ഇനി രേണു സ്തുതി എന്നല്ല രേണു മനു എന്നാണ് എന്ന തരത്തിൽ വരെ പലരും കമന്റ് ഇടാൻ തുടങ്ങി. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇതൊരു പരസ്യചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ധരിച്ച വേഷമായിരുന്നു. എന്നാൽ സത്യം പുറത്തറിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രേണു മനു ഗോപിനാഥിനുമൊപ്പമുള്ള ഒരു സെൽഫി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. പരസ്യചിത്രത്തിന്റെ ഫോട്ടോഷൂട്ടിന് ശേഷമുള്ള സെൽഫി എന്ന ക്യാപ്ഷനോടെയാണ് രേണു ഈ ചിത്രം പങ്കുവച്ചത്. ഈ ചിത്രത്തിന് താഴെയും നിരവധി നെഗറ്റീവ് കമന്റുകൾ തുടരുകയാണ്. രേണുവിന്റെ വസ്ത്രധാരണയടക്കം ചൂണ്ടിക്കാട്ടിയാണ് പലരും മോശം കമന്റ് ഇടുന്നത്. സുധിച്ചേട്ടന്റെ പേരിന് കളങ്കം വരുത്തും ഇവർ. ആ പേരിനോട് ഒരിക്കലും ഇവരെ യോജിപ്പിക്കാൻ പറ്റില്ല ഇപ്പോൾ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ചേച്ചി ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ ഒന്ന് പോകുമോ, നിലവാരമുള്ള വല്ല വീഡിയോസും ഇട്ട് ഫേമസ് ആവുക എന്നാണ് മറ്റൊരാളുടെ ഉപദേശം. എന്തൊക്കെയോ ആവാമെന്ന് കരുതി, പക്ഷെ ഒന്നും ആയില്ല, എന്നിട്ടും വീണ്ടും വന്നേക്കുക റീച്ചിന് വേണ്ടി. ഒന്ന് പോ ചേച്ചി എന്നാണ് മറ്റൊരാളുടെ കമന്റ്. ഭർത്താവ് മരിച്ചപ്പോൾ ഇത്രയും മോഡേൺ ആയ വേറെ ആരുണ്ട്, ഹെഡ്സെറ്റ് കഴുത്തിൽ തൂക്കണം, അത് മസ്റ്റാണ് എന്നൊക്കെയാണ് കമന്റുകൾ. എന്തേലും കാണിക്കൂ, ഒന്നും കാണാനും കേൾക്കാനും നാണം കെടാനും പുള്ളി ഇല്ലല്ലോ എന്നാണ് മറ്റൊരു കമന്റ്. അതേസമയം ചില കമന്റുകൾക്കൊക്കെ രേണു തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട്. അയ്യോ ആയിക്കോട്ടെ സാർ, എന്റെ കെട്ടിയവന്റെ പേരിന് എന്ത് വരുത്തണം എന്ന് നീ ചിന്തിക്കണ്ട, നീ നിന്റെ വൈഫിന്റെ പേര് കളയാതെ നോക്കൂ എന്നാണ് ഒരു കമന്റിന് രേണു മറുപടി കൊടുത്തിരിക്കുന്നത്. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.